ഹായ്, ഇറ്റ്സ് മീ മെർലിൻസ് വേൾഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. സോ ഞങ്ങൾ പ്രൈവറ്റ് വെഹിക്കിൾ ആൻഡ് അവിടെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഡ്രൈവർ നമുക്കൊരു ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയല്ല, കൂടാതെ നമുക്ക് ആ വെഹിക്കിളിൻ്റെ നമ്മൾ പോകുന്ന വണ്ടീൻ്റെ ടയറിൻ്റെ എയർ കുറച്ച് കളയാനും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സാധാ ഓടിക്കുന്ന പോലെ നമുക്ക് ഈ മരുഭൂമിയിലൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ. സോ അത് എയർ ഇച്ചിരി കടഞ്ഞിട്ട് വേണം നമ്മൾ മരുഭൂമിയിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഡ്രൈവിനൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടുതലും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരുന്ന് നമ്മുടെ കൈയൊക്കെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ടും വണ്ടി കിടന്ന് മറിയും. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുറച്ചൊക്കെ വീഡിയോസ് ഇതിനെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന വിധം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിയാന്നല്ലാണ്ട് നമുക്കൊരു എന്താ പറയുക, ആ ഒരു പുറത്തുനിന്ന് കാണുന്ന ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ആ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ വണ്ടീൻ്റെ പുറകെ ഞങ്ങളുടെ വണ്ടി കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഞങ്ങളുടെ മുന്നിൽ പോയ വണ്ടി എത്രത്തോളം മറിഞ്ഞു പോയി, നല്ലൊരു രസമായിരുന്നു കാണാൻ തന്നെ. പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞങ്ങൾക്ക് അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഉരുളുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടില്ലേ പോകുന്നത്, എന്ത് രസമാണ് കാണാൻ. എന്തായാലും നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാഴ്ച, മരുഭൂമിയിലുള്ള യാത്ര പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാഴ്ച തന്നെയായിരുന്നു മരുഭൂമി എന്ന് പറയുന്നത് തന്നെ. സോ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ്, വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻസ് അതൊക്കെ ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങളവിടെ നിർത്തി തരും, അന്നേരം നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. നോക്കിക്കേ മരുഭൂമിയിലൂടെ പോകുന്ന ട്രെയിൻ. ഓക്കെ, സോ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് അതിലെ വെഹിക്കിൾ കിടക്കുന്നത് നമുക്ക് റേസിങ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് ചെയ്യാണ്ട് ഒരു കാര്യവും അവിടെ നടക്കില്ല. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഡ്രൈവ് ചെയ്യാൻ വേണമെങ്കിൽ ഒത്തിരി വണ്ടികൾ, ഒത്തിരി ആൾക്കാർ, നമ്മൾ പോയത് തന്നെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കറക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി നേരത്തെ ആയിരുന്നു. കാരണം നമുക്ക് ആ വെയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾ കൊണ്ടു. അതിന് ശേഷമാണ് ഞങ്ങൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള അത്യാവശ്യം കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദത്തിന് ആടാനുള്ള ഊഞ്ഞാലും, പിന്നെ അവിടെ ഒരു ചെറിയ വലിയ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ രീതിയിലുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെയുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സീറ്റിങ്സ് ലൈക്ക് എന്താ പറയുക, നമുക്ക് VIP സെക്ഷനും പിന്നെ അല്ലാതെ നോർമൽ സെക്ഷനും ഉണ്ടായിരുന്നു. ഞങ്ങൾ VIP സെക്ഷനാണ് എടുത്തത്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തെത്തും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പോയാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് കാര്യവും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ VIP സെക്ഷൻ തന്നെയാണ് എടുത്തത്. സോ അല്ലാതെ നമ്മൾ നോർമൽ സെക്ഷനിലായിരിക്കുന്ന ആൾക്കാരെങ്കിൽ നമുക്ക് അതിന് ഫുഡിന് പർട്ടിക്കുലർ ടൈമുണ്ട്, എല്ലാമൊന്നും നമ്മുടെ അടുത്ത് എത്തണമെന്നില്ല. സോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ VIP സെക്ഷനിലേക്ക് പോയി. സോ അവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദത്തിനെ കുറച്ച് ദാഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ വെള്ളമെല്ലാം കുടിപ്പിച്ചു ആദത്തിന്. അവിടെ വാട്ടറൊക്കെ ആണെങ്കിലും നല്ല പാക്ക് ചെയ്ത് എല്ലാം നല്ല വൃത്തിയായിട്ട് കേട്ടോ നമുക്ക് തരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സെക്ഷനിൽ വന്നിരുന്നു. അവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയത്, കാരണം ആ മരുഭൂമിയിൽ ആ ചൂട് മൊത്തം അതുവരെ ഞങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ഈവനിങ് ടൈം ആയിരുന്നു ആ സമയം. ഞങ്ങൾ സ്നാക്സ്, കോഫി, ഷവർമ ഇതെല്ലാം കഴിച്ച് ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക, വല്ലാത്തൊരു വിശപ്പിനെ ഒരു പകുതി വരെ ആക്കി. അതായത് ഒരു വിധം ഞങ്ങളൊരു കംഫർട്ട് പൊസിഷനിലെത്തി. സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാലഡ്സും കാര്യങ്ങളൊക്കെ ചായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. അതിൻ്റെ അകത്തുള്ള കുക്കുംബറൊക്കെ ഞങ്ങളങ്ങ് പറക്കി കഴിച്ചു, ഞാനും ആദംകുട്ടനും. അപ്പം അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പകുതി സാധനം എനിക്ക് ഇഷ്ടമുള്ളതല്ല. ബീട്രൂട്ട് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല, ക്യാരറ്റും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ അതിനെയൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിൻ്റെ അകത്ത് പൊട്ടറ്റോ ഫുള്ളായിട്ട് തന്നെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചില കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ, ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലത് മാത്രം എനിക്ക് ഇഷ്ടമില്ല. ഇവനീ കഴിക്കുന്നത് കോണാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ഫുഡ്, കാരണം നമുക്ക് എത്ര വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളുണ്ടോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ട്രൈ ചെയ്യാം കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ അധികമൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ആകെ എടുത്തത് റൈസും തന്തൂരി റൊട്ടി പ്ലസ് ചിക്കൻ കറി, മട്ടൻ ഫ്രൈ ആൻഡ് ചിക്കൻ ഫ്രൈ,
എല്ലാം ഞങ്ങളെടുത്ത്. അതുകൂടാതെ തന്നെ അറേബ്യൻ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള സ്വീറ്റ്സ്. അതിലാവശ്യമുള്ളതെല്ലാം ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നു. അവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ പയ്യെ കഴിക്കാൻ തുടങ്ങി. നമ്മൾ പയ്യെ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് എന്താ പറയുക, ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ, ആ സ്റ്റേഡിയം ഫുള്ള് ആൾക്കാരായി കേട്ടോ. കാരണം അവിടെ അതിൻ്റെ അകത്ത് എന്താ പറയുക, ഒരു ബെഞ്ച് പോലും ഒഴിവില്ലാത്ത അത്രമാത്രം ആൾക്കാർ വന്ന് ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പം നൈറ്റ് ആയപ്പോഴത്തേക്കും ഒത്തിരി ഭംഗിയായി കേട്ടോ, ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും. പിന്നെ ഈ കാണുന്ന ഈ സ്പെഷ്യൽ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഓരോരോ സാധനങ്ങൾ വിൽക്കുന്നവരാണ് കേട്ടോ. നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെക്കാട്ടും എക്സ്ട്രാ പൈസയാണ് ഇവിടുന്ന് മേടിക്കുന്നത്. പക്ഷേ എല്ലാവിധ സാധനങ്ങളും നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. ബാറുണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, സോ അങ്ങ് ഫുഡുണ്ട്, പിന്നെ സ്നാക്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബെല്ലി ഡാൻസ് വന്നു. അതുപോലെ തന്നെ അവിടുത്തെ പലതരത്തിലുള്ള ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അവിടെ. സോ ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുക കേട്ടോ.
ലൈ ഡാൻസും എല്ലാ പ്രോഗ്രാമും അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും അവരവരുടെ വണ്ടിയിൽ വെഹിക്കിളിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളങ്ങനെ ആ വെഹിക്കിളിൽ വന്ന് കയറും. നമ്മൾ വന്ന് കയറി നമ്മുടെ സ്പേസിലേക്ക്, ലൈക്ക് നമ്മുടെ വീടിൻ്റെ അവിടം വരെ നമ്മൾ കൊണ്ടുപോയി വിടും കേട്ടോ അവർ. സോ അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട്. ഒത്തിരി നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. ഞാൻ പയ്യെ വെള്ളമെല്ലാം കുടിച്ച് ഇച്ചിരി ലേറ്റായിരുന്നു വണ്ടി. അപ്പം ആദംകുട്ടനാണെങ്കിൽ അവിടെ പിന്നെയും ഓടിക്കളിക്കാൻ തുടങ്ങി. അവനാ വന്നപ്പം മുതൽ ഓടിക്കളിക്കാൻ തുടങ്ങിയത് ഇതുവരെ നിർത്തിയിട്ടില്ല. അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അവൻ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഒട്ടകവും കാര്യങ്ങളും, ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒട്ടകത്തിലൊക്കെ കയറി, ഹോസിലൊക്കെ കയറി, അങ്ങനെ എന്താ പറയുക, റൈഡൊക്കെ ചെയ്തു. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യും. സോ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടുന്ന് എല്ലാം കണ്ട് എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഫോളോ മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്.